ഹായ്. പ്രണയം പോലെ മറ്റൊരു വികാരം വേറെയില്ല. അത് അടിമയിലാണെങ്കിലും ശരി, ഉടമയിലാണെങ്കിലും ശരി. അത്തരമൊരു പ്രണയത്തിൻ്റെ അനശ്വര പ്രതീകങ്ങളാണ് ലൈലയും ഖൈസും. ഖൈസ് ഇബിൻ അൽ മുലവ എന്ന നാമവും ലൈല അൽ അമിരി എന്ന നാമവും ആ നാട്ടിലെ എല്ലാവർക്കും വളരെയധികം അറിയുന്നൊരു നാമമായിരുന്നു. അതിന് കാരണം അവരുടെ പ്രണയമാണ്. ലൈലയോടുള്ള അടങ്ങാത്ത പ്രണയകാവ്യങ്ങൾ ഉച്ചത്തിൽ അലറി നടന്നതിനാൽ ഖൈസിനെ എല്ലാവരും മജ്നൂൻ അഥവാ ഭ്രാന്തൻ എന്ന് വിളിച്ചു. അത്രമേൽ ഗാഢമായിരുന്നു മജ്നുവും ലൈലയും തമ്മിലുള്ള പ്രണയം. ഒരുപറ്റം ആളുകൾ ദൈവപ്രീതിക്കായി ലയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്നും വകവെക്കാതെ മജ്നൂൻ അതിനിടയിലൂടെ അങ്ങോടി. അതിനുശേഷം അവർ മജ്നുവിനെ പിടിച്ചു ചോദിച്ചു, ഞങ്ങളിവിടെ ദൈവവുമായി ലയിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് കാണുന്നില്ലേ എന്ന് ചോദിച്ചു. മജ്നൂൻ പറഞ്ഞു, ഞാൻ നിങ്ങളെയോ നിങ്ങളുടെ ദൈവത്തിനെയോ നിങ്ങൾ ലയിച്ചിരിക്കുന്നതിനെ ഒന്നും കണ്ടിട്ടില്ല, എൻ്റെ ലൈലയെ അല്ലാതെ. എന്നിട്ട് മജ്നൂൻ തിരികെ ചോദിച്ചു, ദൈവവുമായി ലയിച്ചിരിക്കുന്ന നിങ്ങൾ എങ്ങനെ എന്നെ കണ്ടു എന്ന്. അത്രമേൽ ഗാഢമായിരുന്നു ലൈല മജ്നു പ്രണയകാവ്യം. ഈ പ്രണയത്തെ ആസ്പദമാക്കി സൂഫിയാക്കൾ ഇലാഹിലേക്കും അവൻ്റെ അടിമയിലേക്കും അങ്ങ് മാറ്റിയപ്പോൾ മനോഹരമായ ഒരു വരികൾ ഈ അടുത്ത് കേൾക്കാനിടയായി. ആ വരികൾ ജസ്റ്റ് ഒന്ന് പാടുകയാണ്. ലൈലാനെ കണ്ടൊരു മജ്നു മറ്റൊന്നും കാണാതായി, ലൈലാനെ കേട്ടൊരു മജ്നു മറ്റൊന്നും കേൾക്കാതായി, മഴ പെയ്താലും നനയാതായി, മുറിവേറ്റാലും അറിയാതായി, മഴ പെയ്താലും നനയാതായി, മുറിവേറ്റാലും അറിയാതായി, മതിൽ കെട്ടിനകത്താണേലും മറയില്ലാതായി, അർപ്പിക്കാൻ കഴിയും എങ്കിൽ സ്നേഹിച്ചോളി, ആരാരും കാണാത്തവിടം പാർപ്പിച്ചോളി, അർപ്പിക്കാൻ കഴിയും എങ്കിൽ സ്നേഹിച്ചോളി, ആരാരും കാണാത്തവിടം പാർപ്പിച്ചോളി. ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കമൻറ്റിൽ റീപ്ലൈ നൽകണേ.